ഹായ്. ഹിറ്റ് ദ തേർഡ് കേസ് സിനിമ കണ്ടിട്ട് ഇപ്പം ഞാൻ വന്നിട്ടുള്ളൂ. സോ നമുക്കതിന് റിവ്യൂലോട്ട് കിടക്കാം. വെൽക്കം ടു അയാം. ഹിറ്റ് ദ തേർഡ് കേസ് നാനിയുടെ സിനിമയാണ്. ഞാൻ ഇപ്പം കണ്ടിട്ട് വന്നു. കാരണം എനിക്ക് കുറച്ച് എക്സ്പെക്റ്റേഷൻ ഉള്ള സിനിമയായിരുന്നു. കാരണം ഞാൻ ഹിറ്റ് 1ഉം 2ഉം കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ടും എനിക്കൊരു കുഴപ്പമില്ല, ഒരു ആവറേജ് നന്നായിട്ട് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു സിനിമകളാണ്. അപ്പം ഞാൻ ഈ തേർഡ് കാണാൻ പോയപ്പോഴും ഞാൻ ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് പോയത്. പക്ഷെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തി. ഇതിനകത്ത് ആരാണ് ഇതിന് മെയിനായിട്ട് നിരാശപ്പെടുത്തിയെന്ന് വെച്ചാൽ ഇതിനകത്ത് നായകൻ നാനി തന്നെയാണ്. നാനിക്ക് പറ്റാത്ത പോലെയാണ് ഇതിനകത്ത് അഭിനയിച്ചുകൊണ്ട്. ഇതെന്ന് വെച്ചാൽ ഫോഴ്സ് ചെയ്ത് അഭിനയിപ്പിക്കൂലേ, അങ്ങനത്തെ ഒരു അഭിനയമായിരുന്നു. സ്റ്റോറിക്കാണെങ്കിൽ ഒരു പവർ ഇല്ല എന്ന് വെച്ചാൽ ഇത് ഫുൾ ആക്ഷൻ മൂവിയാണ്. പക്ഷെ ഇതിനകത്ത് ആക്ഷൻ കാണാൻ നമുക്ക് ആക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ കാണുമ്പോൾ നമുക്ക് രോമാഞ്ചം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുമില്ല, വെറുതെ കുറെ പേര് അടിക്കണത്. ഇത് ചിലവർ പറയണ്ടായിരുന്നു മാർക്കോക്കുള്ള ഒരു അടിയാണ്, അങ്ങനത്തെ ഒരു സിനിമയാണ്. എവിടാ മാർക്കോ എവിടെ കിടക്കണം, ഈ സിനിമ എവിടെ കിടക്കണം? ആക്ഷനൊക്കെ അങ്ങനെ. എനിക്ക് ഇതിനകത്ത് പോസിറ്റീവായിട്ട് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ഇതിനകത്ത് 2 ക്യാമിയോ ഉണ്ട്. ആ ക്യാമിയോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഒന്നുമില്ല. ലാസ്റ്റത്തെ ക്ലൈമാക്സിൽ കുറച്ച് ഫൈറ്റ് കൊള്ളാം, അല്ലാതെ വേറെ ഒന്നുമില്ല. ഫൈറ്റ് സീനറി ഒന്നുമില്ലാണ്ട് ഇതിന് ബസൂക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബസൂക്ക വെച്ചിട്ട് വെടിവെച്ചിട്ടുണ്ട്. ഒരു ഓലപ്പടക്കം എടുത്ത് പൊട്ടിക്കുന്ന ഫീലൊക്കെ ഉള്ളു. ബസൂക്കൊക്കെ ഒരു വില കൊടുക്കാത്ത പോലെയൊക്കെയാണ് സിനിമ. എന്നുവെച്ചാൽ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഉറക്കാൻ പറ്റും. കാരണം ഒരു സിനിമ കാണുമ്പോൾ നമുക്കൊരു അതിനകത്തുള്ള നമ്മൾ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കണമല്ലോ. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. രണ്ടാമത്തത് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മലയാളം ഡബിങ് ആണ്. ഞാൻ മലയാളം ഡബ് ചെയ്താണ് കണ്ടത്. പക്ഷെ ഒരു രക്ഷയില്ല. കാരണം ലിപ്സിംഗിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത്. ഒരു നിർബന്ധിച്ചിട്ട് ആൾക്കാർ നമുക്ക് പുറത്തി പോകുന്ന ഒരാളെ പിടിച്ചിട്ട് ഡബ് ചെയ്യിപ്പിച്ച് എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു ഇത്. അത് ആ എഫക്റ്റ് നന്നായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ഡബിങ് എന്ന് പറഞ്ഞിട്ട് വേറെ കുറെ ഡയലോഗൊന്നും ഇല്ല. കാരണം ലിപ്പ് അനങ്ങുമ്പോഴും ഡയലോഗ് വരുന്നില്ല. അങ്ങനത്തെയൊക്കെ ഒരു ഇതില് ഒരു എന്താ പറയാ, കാണാൻ തന്നെ ഒരു സങ്കടം പോലെ സിനിമ കാണുന്നതിനും. ഞാനിനെ കണ്ടിട്ട് എന്താ ഞാൻ പറയുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ഞാൻ. ആ നാനിനെ കൊണ്ടുവന്നിട്ട് ഇതിൽ കൊണ്ടിട്ടിട്ട് പറ്റുന്നില്ല നാനിനെ കൊണ്ട്. കാരണം ഇതിനകത്ത് അഭിനയിക്കണം. നാനി വെച്ചൊരു നാച്ചുറൽ ആക്ടർ എന്നുള്ള ഒരു ഇതാണ് സംഭവം നാനി എന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് ഫോഴ്സ് ചെയ്ത് അഭിനയിപ്പിക്കണ പോലെ തന്നെ തോന്നുന്നു. നമുക്ക് ഭയങ്കര സങ്കടവും വരുന്നു. എങ്ങനെയെങ്കിലൊക്കെ അറിയുമ്പോൾ ഫസ്റ്റ് ഹാഫ് എനിക്കൊരു വക ഓർമ്മയില്ല. കാരണം സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തിയപ്പോൾ പറയണം എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഇവിടെ ഫസ്റ്റ് ഹാഫ് എനിക്കൊരു ഓർമ്മയില്ല. അത് എനിക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണെന്ന് അറിയില്ല. കാരണം ഈ സിനിമ ഇന്നിപ്പോ കണ്ടുകഴിഞ്ഞാൽ നാളത്തേക്ക് മറന്നു. കാരണം അങ്ങനത്തെ ഒരു സിനിമയാണ്. എന്റെ അഭിപ്രായം ഇതാണ്. എനിക്ക് സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എന്റെ അടുത്ത് പറയാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.